ഇത് ഞാൻ എന്താ നോക്കുന്നത്? ഞാൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. ഞാൻ എത്രയോ നാളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ശിവാനിയത് ഇന്നെന്തു പറ്റി? മനസ്സൊക്കെ വല്ലാതെ. നിങ്ങൾ എന്താ ഈ ചെയ്യുന്നേ? ഞാൻ മനഃപൂർവ്വം ഒന്നും ചെയ്തില്ല. ഫാനിന്റെ കാറ്റടിച്ചപ്പോ സാരി ചെറുതായിട്ടൊന്ന് മാറി, അത് മാറ്റിയിട്ടതാ. അത് കാണണ്ടെന്ന് വെച്ച് ചെയ്തതാ ഞാൻ. സാരി ഇങ്ങോട്ട് മാറ്റിയിടാൻ വേണ്ടിയിട്ട് ഞാൻ കൈവച്ചെന്നേ ഉള്ളൂ. അല്ലാതെ തെറ്റായിട്ടൊന്നും എൻ്റെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. അതും ആ ഭാഗത്തോട്ട് നോക്കിയിട്ടാ കൈവച്ചത്. ഇനി അറിയാതെ എങ്ങാനും നിന്റെ ദേഹത്ത് തൊട്ടോന്നറിയില്ല. അതിന് നീ എന്തിനാ ഇങ്ങനെ നോക്കുന്നത്? ഞാനെന്തോ വേണോന്ന് വെച്ച് ചെയ്തതുപോലെ ഉണ്ടല്ലോ നിന്റെ നോട്ടം കണ്ടിട്ട്. നിങ്ങൾ എവിടെ തൊട്ടേന്നറിയോ? നീ എന്തായി കാണിക്കുന്നേ? കുറച്ചു നേരമായിട്ട് ഞാൻ ഇത് തന്നെയല്ലേ കണ്ടോണ്ടിരിക്കുന്നത്. വീണ്ടും വീണ്ടും നീ ഇങ്ങനെ എന്നെ കാണിക്കല്ലേ, എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാവും. എന്താ ഇപ്പൊ പറഞ്ഞേ? എനിക്കാണെങ്കിൽ ആകെ ക്ഷീണമായിട്ട് ഞാൻ ഇവിടെ ഉറങ്ങിക്കൊണ്ടിരിക്കുക. അങ്ങനെ കള്ളനെ പോലെ ഈ റൂമിലേക്ക് കേറി വന്നതും പോരാ, എന്റെ ഇടുപ്പും നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലേ. എന്തെങ്കിലും വിവരം ഒന്നാണോ ഉണ്ടെങ്കിൽ ഇങ്ങനെ നോക്കൂ. അതെ, നീ ആരെ പറ്റി സംസാരിക്കുന്നേ? നിങ്ങളെ തന്നെ, ഗൗതമേട്ടാ. നിങ്ങൾ എന്റെ കഴുത്തിൽ താലി കെട്ടിയെന്ന് വിചാരിച്ച് എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്ന് എന്നെ ഈ റൂമിനകത്ത് അടച്ചിട്ടേക്കുവാ. നിന്റെ വീട്ടിൽ വന്ന് ഞാൻ തട്ടിക്കൊണ്ടുവന്നതൊന്നും അല്ലല്ലോ. നിന്റെ കഴുത്തിൽ താലി കെട്ടി ഈ കുടുംബം നോക്കാനായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നല്ലേ? കുടുംബം നടത്താനായിട്ട് എന്നെ ഇങ്ങനെ നന്നായി ഒരുക്കി കെട്ടി ഈ റൂമിനകത്ത് പൂപ്പന്ത് എറിഞ്ഞ് കളിക്കാൻ വേണ്ടിട്ട് നിർത്തിയിരിക്കുകയാണോ? നീ പറഞ്ഞത് ശരിയാ. അവര് നിന്നെ ഒരുക്കി വിട്ടിരിക്കുന്നത് അതുപോലൊക്കെ തന്നെ. അതുകൊണ്ടല്ലേ എരുമയെ പോലെ കിടന്ന് ഉറങ്ങിയത്. ഞാൻ എരുമയൊന്നും അല്ല, നിങ്ങളാ എരുമ. നിങ്ങൾക്ക് രണ്ട് കൊമ്പുള്ളത്. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാ ഞാൻ മയങ്ങി കിടന്നപ്പോ ഞാൻ അറിയാതെ എന്റെ കഴുത്തിൽ താലി കെട്ടിയത്? ഇപ്പൊ നിങ്ങൾ എന്നെ ഭാര്യയെ ആക്കിയിരിക്കുന്നു. പിന്നെ നീ രംഭയും ഉർവശിയും മേനകയും എല്ലാരും കൂടെ ചേർന്ന ആളാണല്ലോ. ഏതോ ഒരു രാജ്യത്ത് നിന്ന് ഒരു രാജകുമാരൻ വന്ന് നിന്നെ കല്യാണം കഴിച്ചോണ്ട് പോകുന്നു ഭയന്നിട്ട് പെപ്രാളത്തിൽ നിന്റെ കഴുത്ത് താലി കെട്ടി പോയതാ. നീ അല്ലാതെ വേറെ പെണ്ണൊന്നും കിട്ടില്ലായിരിക്കും ഈ ഗൗതമിന് കല്യാണം കഴിക്കാനായിട്ട്. കിട്ടും. നിങ്ങൾക്ക് എങ്ങനെ കിട്ടും? ഈ 4 അനിയത്തിമാരെയും കല്യാണം കഴിപ്പിച്ച് അയക്കുമ്പോഴത്തേക്കും നിങ്ങൾ കിളവനായി നടക്കാൻ വയ്യാതെ കിടക്കും. നിങ്ങളുടെ വിധി എന്ന് പറഞ്ഞ് കല്യാണം കഴിച്ചാലും ശരി, കൂടാതെ ഫസ്റ്റ് നൈറ്റിന് ഏർപ്പാട് ചെയ്താലും ശരി, നിങ്ങളുടെ വയസ്സായ ഭാര്യ ഉണ്ടല്ലോ, വയസ്സായ ഭർത്താവിനെ ശുശ്രൂഷിക്കുക തന്നെ ചെയ്യേണ്ടി വരും. വേറെന്ത് ലാഭം കിട്ടാനാ അവർക്ക്? ലാഭത്തിന് വേണ്ടി ആരും കല്യാണം കഴിക്കാറില്ല. ഒരാളെ മറ്റൊരാളും മനസ്സിലാക്കി നല്ലതുപോലെ ജീവിക്കാൻ വേണ്ടിയിട്ടാ പരസ്പരം ഒന്നാവുന്നത്. ഓ, ഈ ഒന്നാവുന്ന കാര്യം ഒന്ന് മാറ്റി വെച്ചിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറ. ഏയ് ശരി വിട്. നീ ഇപ്പൊ എന്തിനെങ്ങനെ ഉറച്ചു സംസാരിക്കുന്നേ? വെളിയിൽ എന്റെ സഹോദരിമാർ ഇതൊക്കെ കേട്ടാ എന്ത് ചിന്തിക്കില്ല? ഫസ്റ്റ് നൈറ്റ് റൂമില് സംസാരിക്കാൻ പാടില്ല. കുശുകുശുപ്പ് മാത്രമേ കേൾക്കാവൂന്നായിരിക്കും നീ സ്വപ്നം കണ്ടോണ്ടിരിക്കുന്നത്. അങ്ങനെ ഒന്നും നടക്കാൻ പോകുന്നില്ല. അല്ല, നിന്നോട് ഞാൻ എന്തെങ്കിലും ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടായിരുന്നോ? നിങ്ങൾ പറഞ്ഞാലും ഞാൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. നിങ്ങളും ചെയ്യണ്ട. മര്യാദയ്ക്ക് വെളിയിൽ പോ നോക്ക്. ഞാൻ വെളിയിലോട്ട് ചെന്നാലേ അവര് വീണ്ടും എന്നെ അകത്തോട്ട് കയറ്റി വിടും. നേരം വെളുക്കുന്നതിന് മുമ്പ് പുറത്തോട്ട് വന്ന കാലടിച്ചൊടിക്കുന്ന അമ്മായി പറഞ്ഞിരിക്കുന്നത്. എന്നാ ഞാൻ പോവാ. നീ പുറത്തോട്ടങ്ങനെ ഇറങ്ങിയ നിന്റെ കാലം ഞാൻ ഓടിക്കും. ഫസ്റ്റ് നൈറ്റ് റൂം എന്ന് പറഞ്ഞു, എന്നിട്ട് ഏതോ റൗഡികളെ വെച്ച് കുടുംബം നടത്താൻ പറയുന്ന പോലെ ഉണ്ടല്ലോ. ഇങ്ങനെ കിടന്ന് നില വിളിക്കില്ലേ?
കുറച്ചു നേരത്തേക്ക് ആ വായൊന്ന് അടച്ചു വെക്കോ. ശബ്ദമില്ലാതെ സംസാരിച്ചോണ്ടിരുന്നാലേ നമുക്കിടയിൽ എന്തോ റൊമാൻസ് നടക്കുന്നു എന്ന് അവര് ചിന്തിക്കും. എന്റെ പൊന്നെ, ഒന്നും നടന്നില്ലെങ്കിലും കുഴപ്പമില്ല. നീ ഒന്ന് വായു അടച്ച് മിണ്ടാതെ കിടന്നൊന്ന് ഉറങ്ങും. ഇങ്ങനെ സൈലന്റ് ആയിട്ടിരുന്നാലും അവരെന്തെങ്കിലും വിചാരിക്കില്ലേ? ഇനി നീ ഒരു അക്ഷരം മിണ്ടിയാണല്ലോ, നിന്റെ മുഖം നോക്കി ഞാൻ ഓർമ്മ വെച്ച് തരും. ആ മൂലയ്ക്ക് എങ്ങനെ പോയി കിടക്കാൻ നോക്കും. ഞാൻ എന്ത് കാര്യത്തിനാ അവിടെ പോയി കിടക്കുന്നേ? ഞാൻ സമാധാനത്തോടെ ഇവിടെ തന്നെ കിടക്കാൻ പോവാ. ഓ ശരി, നീ കുറച്ചും കൂടി നീയും കിടക്കും. എന്റെ അടുത്തുള്ള സ്ഥലം നിങ്ങൾക്ക് ഞാൻ എഴുതി തന്നിട്ടുണ്ടോ ചേട്ടാ? തറയിൽ കിടന്നാ മതി. നീ കട്ടിലിൽ കിടന്നിട്ട് ഞാൻ താഴെ കിടക്കണമായിരിക്കും അല്ലേ? നിങ്ങൾ എന്റെ അടുത്ത് കിടന്നാലുണ്ടല്ലോ, വീണ്ടും ഫാനിന്റെ കാറ്റടിച്ച് എന്റെ സാരി മാറുമെന്ന് പറഞ്ഞു വരും. അപ്പോ വേറെന്തെങ്കിലും ചെയ്യും. അങ്ങനെ നടന്നാ പിന്നെ പറയേണ്ട കാര്യമുണ്ടോ? രസിച്ച് സംസാരിക്കുന്ന പെണ്ണുങ്ങളെയും രുചിച്ച് കഴിക്കുന്ന ആമ്പിളരെയും വിശ്വസിക്കാൻ പാടില്ലെന്നാ പണ്ടുള്ളവര് പറഞ്ഞിട്ടുള്ളത്. ഈ പറഞ്ഞവരൊക്കെ മേലോട്ടങ്ങ് പോയി കിടന്നുറങ്ങ്. ലക്ഷ്മി ചേച്ചി, ചേച്ചിയുടെ കല്യാണം നടന്നിരുന്നെങ്കിൽ ചേച്ചിക്ക് ഫസ്റ്റ് നൈറ്റ് ഉണ്ടാവുമായിരുന്നല്ലേ? ഏയ് ശ്രീദേവി, നീ മര്യാദയ്ക്ക് കിടന്നുറങ്ങുന്നുണ്ടോ ഇല്ലേ? ശ്രീദേവി പറഞ്ഞതിൽ തെറ്റൊന്നുമില്ലല്ലോ ചേച്ചി. ഇതൊക്കെ എല്ലാവർക്കും നടക്കേണ്ട കാര്യങ്ങളല്ലേ? കൊച്ചുകുട്ടി ദുർഗയുണ്ട് ഇവിടെ. നീ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഏയ് ദുർഗെ, പോയി പാല് കുടിച്ചിട്ട് വാ. പാലോ? എന്തിന്? എന്തിനാ അങ്ങനെയൊക്കെ ചോദിക്കുന്നേ? നീ കൊച്ചുകുട്ടിയല്ലേ? ഓഹോ, ലക്ഷ്മി ചേച്ചി പറഞ്ഞോണ്ടല്ലേ ചേച്ചി ഇപ്പൊ എങ്ങനെ എന്നോട് പറയുന്നത്? അതെ, പിന്നല്ലാതെ. ഫോണിൽ നീ ലോകം തന്നെ കാണുന്നു. നിനക്കറിയുന്ന കാര്യങ്ങൾ പോലും ഞങ്ങൾക്കറിയില്ലല്ലോ എന്നാ ഞങ്ങളുടെ വിഷമം. അങ്ങനെയുള്ള നിന്നെ കൊച്ചുകുട്ടിയാണെന്നൊക്കെ ചേച്ചി പറയുമ്പോ എന്താ പോലുണ്ട്. ശരി, അത് വിട്ടുകള ചേച്ചി. ഇപ്പൊ ചേട്ടനും ശിവാനിയും അവിടെ എന്ത് ചെയ്തോണ്ടിരിക്കായിരിക്കും? ശിവാനി എന്തെങ്കിലും പറഞ്ഞോണ്ടിരിക്കും. ആ സമയത്ത് ഏട്ടനാണെങ്കിൽ ശിവാനിയുടെ ദേഷ്യം എങ്ങനെ കുറയ്ക്കുമെന്ന് ആലോചിക്കുന്നുണ്ടാവും. അവര് കൊണ്ടുപോയ പാലൊക്കെ തണുത്തു പോയിരിക്കും അല്ലേ? ഭർത്താവിന്റെ വീട്ടിൽ വന്ന ശേഷം ശിവാനിക്ക് ദേഷ്യം കുറവുണ്ടായിരിക്കും അല്ലേ? പക്ഷേ ആദ്യ രാത്രിയിൽ തന്നെ ഒരു പെണ്ണ് ഒരു പ്രാവശ്യം നാണിക്കുകയാണെങ്കിൽ പിന്നെ ജീവിതകാലത്തിൽ ഒരിക്കലും അവൾക്ക് ദേഷ്യപ്പെടാൻ കഴിയില്ല. അവര് രണ്ടുപേർക്കിടയിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും പരസ്പരം മനസ്സിലാക്കി രണ്ടുപേരും സമാധാനത്തോടെ കുടുംബം നടത്തണം. ഏട്ടനും ശിവാനിയും നല്ലൊരു ജോഡിയാണെന്ന് നമ്മൾ എപ്പോഴേ തീരുമാനിച്ചതാ. പക്ഷെ നമ്മൾ ഏട്ടനോട് അത് ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ ചേച്ചി. നമ്മളുടെ എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞതിന് ശേഷമേ ഏട്ടൻ കല്യാണത്തെ കുറിച്ച് ആലോചിക്കുള്ളൂ എന്നല്ലേ പറഞ്ഞത്? പറഞ്ഞിരുന്നു, പക്ഷെ ആദ്യം തന്നെ കല്യാണം കഴിച്ചില്ലേ? ഏട്ടന്റെ കല്യാണം നടക്കാതെ നമ്മളുടെ കല്യാണം നടക്കില്ലെന്ന് ജോത്സ്യർ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് നീ മറന്നോ? എന്തായാലും ശിവാനി നമ്മുടെ ഏട്ടത്തിയായിട്ട് വന്നത് നമ്മുടെ ഭാഗ്യ. അതിലെനിക്ക് നല്ല സന്തോഷമുണ്ട്. ശരി, മതി, കിടന്നുറങ്ങാൻ നോക്ക്. ഇപ്പൊ തന്നെ ലേറ്റായി. നമുക്കേ ഇവിടെ ഉറക്കം വരാത്തപ്പോ ഏട്ടനും ഏട്ടത്തി അവിടെ ഉറങ്ങി കാണൂ. പരസ്പരം ഉറങ്ങാൻ സമ്മതിക്കുമോ എന്തോ.
എന്തു പറ്റി ദുർഗ? ഒന്നുമില്ല ചേച്ചി, ഒരു നല്ല സ്വപ്നം കാണുമായിരുന്നു. ഈ കൊതു വന്നത് നശിപ്പിച്ചു. നീ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് കിടക്കാതെ കണ്ടത് തന്നെ നടക്കുമെന്ന് ഒരു ഗ്യാരണ്ടിയും ഇല്ല. നീ മിണ്ടാതെ ഒന്ന് കിടക്ക്. അതിരാവിലെ തന്നെ ഈ പെണ്ണുങ്ങളുടെ കണ്ണിൽപ്പെട്ടാലുണ്ടല്ലോ, രാത്രി എന്ത് സംഭവിച്ചു, എന്താ ഉണ്ടായെന്നൊക്കെ ചോദിക്കും. ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടായെന്ന് എങ്ങനെ പറയും? എന്തെങ്കിലും ചെയ്ത് മാനേജ് ചെയ്യണം. ബെഡ് കോഫി വേണോ ഏട്ടത്തി? എന്താ ഏട്ടത്തി ഇങ്ങനെ നിൽക്കുന്നേ? എന്താ പേടിച്ചു പോയോ? ഈ പട്ടാപ്പകലിൽ ആര് കണ്ടാലും പേടിക്കില്ല. നിങ്ങൾക്ക് ഇപ്പോഴാണോ നേരം വെളുത്തത് ഏട്ടത്തി? മുഖം എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? മിണ്ടാതിരിക്കെ. ആദ്യമായിട്ടല്ലേ ഇവിടെ കിടക്കുന്നത്. ഉറക്കമൊക്കെ ശരിയായോ എന്തോ? ഒറ്റയ്ക്കല്ലല്ലോ കിടന്നത്, ജോഡിയായിട്ടല്ലേ കിടന്നേ. ആ കഥയിലെ ഞങ്ങൾക്കും ആവശ്യം. ഏയ്, എന്തിനാ അവളോട് ഓരോന്നും ചോദിച്ചാൽ അവൾക്ക് നാണം വരുത്തുന്നേ? നാണമോ? ഇവിടെ ആരാധന നാണിച്ചു നിൽക്കുന്നേ? അപ്പൊ ഞാൻ നാണിക്കണല്ലേ? നിന്ന ഇടത്ത് നിന്ന് കോല ഇടലേ എടുത്തി. അതിരിക്കട്ടെ, രാത്രി എന്താ നടന്നത്? അയ്യോ, ഞാൻ എങ്ങനെയാ അത് പറയാ? നിങ്ങളുടെ ഏട്ടന് ഒന്നും അറിഞ്ഞൂടെന്നും എല്ലാം പഠിച്ചു വരുന്നു എന്നാ ഞാൻ കരുതിയത്. എന്നാലുണ്ടല്ലോ, നിങ്ങളുടെ ഏട്ടൻ വീരനാ. നിങ്ങളുടെ ഏട്ടൻ എന്നെ രാത്രി ഉറങ്ങാനേ വിട്ടില്ല. എന്താ ചെയ്തേ? ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? നിന്റെ പ്രായത്തിനൊത്ത ചോദ്യമാണോ ഇത്? എന്നെ അത്ര ചെറിയ കുട്ടിയായിട്ടൊന്നും കാണണ്ട ചേച്ചി. കുഞ്ഞേച്ചിക്കും എനിക്കും കൂടിപ്പോയ 3 വർഷത്തിന്റെ വ്യത്യാസം, അത്രയല്ലേ ഉള്ളൂ. നീ ഒന്നും മിണ്ടാതിരുതേ. ബാക്കി പറയേ, എന്താ സംഭവിച്ചതെന്നൊന്ന് പറയാമോ? രാത്രി ഒരു 10 മണിക്ക് ഞാൻ റൂമിലേക്ക് പോയില്ലേ? അതിനുശേഷം നിങ്ങളുടെ ഏട്ടൻ വന്നല്ലോ. എന്നിട്ട് ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. വേണ്ടെന്ന് പറഞ്ഞിട്ടും അത് എന്നെ പറഞ്ഞോണ്ടിരുന്നാൽ എങ്ങനെ? ബാക്കി പറയേ, അത് കേൾക്കാനാ ഞങ്ങൾ ഇങ്ങനെ നിക്കുന്നേ. ഏയ്, നിനക്ക് നാണം ഇല്ലേ ചോദിക്കാൻ? 10:30 മണി മുതൽ വെളുപ്പാങ്കാലം 4 മണി വരെ ഒരേ കഥ പറഞ്ഞോണ്ടിരുന്നു. കഥ പറഞ്ഞെന്നോ? എന്നെ മുഴുവൻ പറയാൻ അനുവദിക്കേ. പറയടത്തി. അതിനുശേഷം എനിക്ക് ഉറക്കം വരുന്നു, എന്നെ വിട്ടേക്കൊന്ന് പറഞ്ഞു. എന്നോ ചേട്ടൻ എന്നെ വിടണ്ടേ? പിന്നെ ഒരു 5 മണിയൊക്കെ ആയപ്പോഴാ ഉറങ്ങിയത്. അങ്ങനെങ്കിൽ 4 മണി മുതൽ 5 മണി വരെ ആ 1 മണിക്കൂർ നിങ്ങളത് സംസാരിച്ചില്ല. നിങ്ങളെല്ലാം മനസ്സിലാക്കണം ചേച്ചി. എല്ലാം നമ്മളോടങ്ങ് തുറന്നു പറയാൻ പറ്റുമോ? ഏയ്, നിങ്ങൾക്കൊന്നും ഒരു നാണവും ഇല്ലേ ഇതൊക്കെ ചോദിക്കാൻ? ഇവരെല്ലാവരും പ്രായമായ പെൺകുട്ടികളല്ലേ ലക്ഷ്മി? ചോദിക്കട്ടെ, അവരും അറിയട്ടെ. എന്റെ അനുഭവം അവർക്കും പ്രയോജനപ്പെടുമല്ലോ അല്ലേ? ചേച്ചി പറയേ. അതിനുശേഷം നിങ്ങളുടെ ചേട്ടന്റെ കൂർക്കം വലിയില് എനിക്ക് ഇപ്പോഴാ ബോധം ഒന്ന് തെളിഞ്ഞത്.
വെച്ചാ ഏട്ടൻ ഇപ്പോഴും ഉറങ്ങുവന്നല്ലേ പറയുന്നേ? ഇപ്പോഴൊന്നും എണീക്കില്ല. രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഒരു 10 മണിയൊക്കെ കഴിയുമ്പോ എണീക്കും. നീ പറഞ്ഞതൊക്കെ കള്ളമാണെന്നേ ഇവിടെ തെളിഞ്ഞു കഴിഞ്ഞു. എന്താ പറയുന്നേ? ഏട്ടത്തി ഒന്ന് മുഖം തിരിച്ചു നോക്കിക്കേ. ചേട്ടൻ എപ്പോഴും എണീറ്റ്? ഗൗതമേട്ട ഉറങ്ങുന്നത് കോഴിയെ പോലെയാ. ചെറിയൊരു ശബ്ദം കേട്ടാ അപ്പൊ തന്നെ പുള്ളി എണീക്കും. നീ എന്താ ശിവാനി കട്ടിലിൽ കിടന്ന് ഉരുണ്ടോ? എന്താ? നിന്റെ കുങ്കുമവും കൺമഷിയും പിന്നെ മുടിയും ഒക്കെ ഇങ്ങനെ എന്താ അലങ്കോലപ്പെട്ട് കിടക്കുന്നത്? ഏട്ടത്തിന് ചെയ്തതാ. നിനക്കെന്താ വട്ടാണോ? ഞങ്ങളോട് എന്തോ കഥ പറയണമെന്ന് വിചാരിച്ചു, പക്ഷെ സംഗതി പാളിപ്പോയി. എന്തിന്? അത് ഒന്നുമില്ല ഏട്ടാ. ഏട്ടൻ പൊക്കോളൂ, സമയമായില്ലേ? ചേട്ടാ, ആവശ്യമുള്ളതെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. ഒന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാ നമുക്ക് പോവാം. നീ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യ്. എന്താ സമയം ശരിയല്ലേ? ഇവളും കൂടെ വരുന്നുണ്ട്. അതെ, നിന്നെ തന്നെ ഉദ്ദേശിച്ചത്. നീ പുറകോട്ട് തിരിഞ്ഞൊന്നും നോക്കണ്ട. ആര് വരണോന്ന്? നീ തന്നെ. എങ്ങോട്ടേക്ക്? ഹോട്ടലിലേക്ക്. എന്തിന്? ഈ കുടുംബം നോക്കാനായിട്ട് വീട്ടിൽ വന്നിട്ട് വീട്ടുമുറ്റത്ത് കോലയിടാനും അതിലേക്ക് 2 പൂ പറിച്ചു വെക്കാനും എന്നിട്ട് അതിൽ 2 വിളക്ക് കത്തിക്കാനുമായിട്ട് നീ ഇവിടെ തൽക്കാലം നിൽക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അതൊക്കെ എന്തായാലും എൻ്റെ സഹോദരിമാര് ചെയ്തു കഴിഞ്ഞു. ഹോട്ടലിൽ ഒരുപാട് ജോലിയുണ്ട്. നീ എൻ്റെ കൂടെ വരാൻ നോക്ക്. ഏട്ടാ, ഇവിടെ തന്നെ നിന്നോട്ടെ. നീ ഒന്നും മിണ്ടാതിരുന്നേ. ജോലി ചെയ്യാനായിട്ട് നമ്മൾ മടി കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. ജോലിയോ? അതെ, നീ എൻ്റെ ഭാര്യയായിട്ട് വന്നതുകൊണ്ട് ചുമ്മാതിരിക്കാമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട. നമ്മുടെ ഹോട്ടലില് നമ്മൾ ഇറങ്ങി ജോലി ചെയ്താലേ ലാഭം ഉണ്ടാവും. അവിടെ വന്ന് ഞാനെന്ത് ചെയ്യാനോ? കഴിക്കാനായിട്ടല്ല ക്ഷണിച്ചത് അങ്ങോട്ട്. അവിടെ ചെയ്യാനായിട്ട് ഒരുപാട് ജോലികളുണ്ട്. നീ അങ്ങോട്ട് വാ. മന്ത്രിക്കൊച്ചമ്മ വരുന്നുണ്ടേ, ആർപ്പോ ഇറോ കൈകൊട്ടിപ്പാടാം, വരവേറ്റിടാം വരവേറ്റിടാം. അയ്യോ, ഞാൻ പോന്നേ. പെട്ടെന്ന് റെഡിയായി വന്നില്ലെങ്കിലേ ഈ കോലത്തിലായിരിക്കും ഹോട്ടലിലേക്ക് ചെല്ലേണ്ടി വരിക. നീ എന്താണ് അവിടെ ചെയ്യുന്നത്? ചേച്ചി ജോലി ചെയ്യുന്നത് നോക്കിക്കൊണ്ടിരിക്കേട്ടാ. സത്യം പറഞ്ഞോ? അവള് ജോലിയാ ചെയ്യുന്നേ? അവളുടെ കയ്യിലിരിക്കുന്ന തുണി ബാറ്റാണെന്ന് കരുതി ക്രിക്കറ്റ് കളിച്ചോണ്ടിരിക്കുക. ഹലോ, ഞാൻ ക്രിക്കറ്റ് കളിച്ചതൊന്നും അല്ല. പൊടിയെല്ലാം തട്ടിക്കളയുക. ആണല്ലേ? എടുത്തി ആ പാത്രമൊക്കെ ഒന്ന് കഴുകി വെക്കാവോ? പ്ലേറ്റ് കഴുകണമെന്നോ? ഞാൻ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം കൈ പോലും കഴുകാറില്ല. മനസ്സിലായോ? അതെ അതെ, ഞാനും കേട്ടിട്ടുണ്ട്. അവള് കഴിച്ചു കഴിയുമ്പോ വഴി കിടക്കുന്നൊരു പട്ടിയുണ്ട്, അത് വന്ന് നക്കി തുടയ്ക്കും. ഇതെന്ത് ശീലമായിട്ടാ? അവള് കഴുകില്ലടാ. ഹലോ, എന്റെ ചിന്നു തെരുവ് നായൊന്നുമല്ല, ഫോറിനിൽ നിന്ന് കൊണ്ടുവന്നതാ. വിദേശത്ത് നിന്ന് വാങ്ങിയിട്ട് വന്നാലും അതും ഡൂഗി തന്നെ അല്ലേ ചേച്ചി? ഡോഗിയോ? ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞതാ. നിനക്ക് മലയാളമേ നേരെ അറിയില്ല, പിന്നെ എന്തിനാടാ സായിപ്പിന്റെ ഭാഷ? കസ്റ്റമർ വരാൻ നേരായി, വേഗം കഴുകിത്താ എടുത്തി. കഴുകിത്തരാം. എല്ലാത്തിനും ഒരു കഥ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. കഴുകി. ഇതിനാണോ? ഹലോ, നീ എന്ത് ചെയ്തു? ഗൗരി കഴുകാൻ പറഞ്ഞു, കഴുകി തവച്ചിട്ടുണ്ട്. നീ വീട്ടിലെ മുറ്റത്ത് വെള്ളം തളിക്കുന്നത് പോലെ തളിച്ചാലൊന്നും ശരിയാവില്ല. പാത്രം തേച്ച് കഴുകണം. ഓഹോ,